ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സിന്തോസ് ഡ്രീം വേൾഡ്. എല്ലാവർക്കും ഹാപ്പി വുമൻസ് ഡേ. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഇന്ന് വുമൻസ് ഡേ ആയതുകൊണ്ട് ഒരു വുമൻസ് ഡേ ചെറിയൊരു വ്ളോഗ് ഇടാമെന്ന് വിചാരിച്ചു. നമുക്ക് ഇന്ന് ഓഫീസിൽ ചെറിയ വുമൻസ് ഡേ പ്രോഗ്രാം എല്ലാം ഉണ്ട്. അപ്പോൾ പിന്നെ അത് നിങ്ങൾക്കും കാണാം. പിന്നെ ചെറിയ സർപ്രൈസ് എല്ലാം ഉണ്ട്, അത് പറയില്ല, അത് വീഡിയോ ഇട്ടിട്ടാകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണെന്ന്. അപ്പോൾ ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം രാത്രി വരെയുള്ളത് വീഡിയോ ഞാൻ ഇടാം. കുറച്ച് ഫുൾ ടൈം എനിക്ക് അങ്ങനെ എടുക്കാൻ പറ്റില്ല. എന്നാലും അവിടെ പ്രോഗ്രാംസിലെ സമയത്ത് സൗണ്ടും അങ്ങനെ ഇങ്ങനെല്ലാം എടുക്കാം. മാക്സിമം പറ്റുന്നത് എടുത്തിട്ട് കാണിക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവരും ചായ കുടിച്ചു എന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ ചായ കുടിക്കണം അത്ര. അപ്പോൾ എനിക്ക് ചായക്ക് എന്താണെന്ന് ഞാൻ നോക്കാം. അപ്പോൾ അതിൻ്റെ മുന്നേ എപ്പോഴും പറയുന്ന മാതിരി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ഒന്ന് ചെയ്യുക. തൊട്ടപ്പുറം ബെല്ലൈക്കൺ ഉണ്ട്, അതിൽ ഓൾ എന്ന് ക്ലിക്ക് ചെയ്താൽ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കാണും. അപ്പോൾ ചായക്ക് എന്താണെന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾക്കറിയല്ലോ എൻ്റെ ഡേ രാവിലെ എങ്ങനെ സ്റ്റാർട്ട് ആകുന്നത്. വെള്ളം ചൂടുവെള്ളത്തിലാണ്. പിന്നെ ഞാൻ എൻ്റെ ഒരു ഡ്രിങ്ക് കുടിക്കലുണ്ട്. ആ കുടിച്ചതിന് ശേഷം ഇച്ചിരി ഒന്നും ഡെലിക്കേറ്റ് ആയിട്ട് അധികം വിശപ്പൊന്നും ഉണ്ടാകുന്നില്ല കുടിച്ചാൽ. അതുകൊണ്ട് ഇച്ചിരി എം ടി ആവണ്ടെന്ന് വിചാരിച്ചിട്ട് എന്തായാലും അവിടെ പോയാലും എന്തോ കിട്ടും. അപ്പോൾ ഗൈസ്, എനിക്ക് ചായക്ക് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞാൽ മൈ ഇച്ചിരിയിലും കുഞ്ഞു ബൗളാണ് കേട്ടോ. എന്ന് വിചാരിക്കുന്നുണ്ടോ ഈ പെണ്ണങ്ങ് എന്തെല്ലാം കഴിക്കുന്നത്? ചിലപ്പോൾ മാഗി ആയിരിക്കും, ചിലപ്പോൾ ചപ്പാത്തി ആയിരിക്കും, ദോശ, ഇഡ്ഡലി അങ്ങനെ ഒന്ന് വെക്കലുണ്ട്, ആക്കാറുണ്ട്. അത് പിള്ളേരെല്ലാം ഉണ്ടാകുമ്പോൾ രസമാണ്. ഒറ്റയ്ക്ക് ഉണ്ടാകുമ്പോൾ പിന്നെ എന്താ പറയില്ലേ, കിട്ടിയത് വെക്കും. എനിക്കങ്ങനെ ഇന്ന വേണ്ട അങ്ങനത്തെ നിർബന്ധം എന്ത് കിട്ടിയാലും കഴിക്കും. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു മാഗി കഴിക്കാമെന്ന്. അപ്പോൾ ഒരു പാക്കറ്റ് പൊട്ടിച്ചിട്ട് ഇങ്ങനെ മാഗി ഡെയിലി അങ്ങനെ കഴിക്കുന്നു കേട്ടോ, ലാലായിട്ടില്ല. അപ്പം ഞാൻ മഴ കഴിക്കട്ടെ കേട്ടോ ഗൈസ്. അപ്പോൾ എനിക്ക് ചായയെല്ലാം കുടിച്ചിട്ടായി. അപ്പോൾ ഞാൻ എന്നെ റെഡിയായിട്ട് ഓഫീസ് പോകാൻ വേണ്ടി. അപ്പോൾ ഞാനിന്ന് വുമൻസ് ഡേ ആയതുകൊണ്ട് എല്ലാവരും നമ്മൾ ഓഫീസിൽ നിന്ന് എല്ലാ ലേഡീസിന് മാത്രമല്ല ഫംഗ്ഷനാണ്, എല്ലാവരും സാരിയാണ് എടുക്കുന്നത്. അപ്പോൾ ഏത് സാരിയാണ്, ഞാനൊരു പുതിയ സാരി വാങ്ങിച്ചു. ഇതൊരു ഉടുക്കാനൊരു മുഹൂർത്തം കിട്ടിയിട്ടാണ്. അപ്പോൾ പിന്നെ ആ സാരി ഉടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഓൺലൈൻ്റെ ഒരു ബ്ലൗസും വാങ്ങിച്ചത്. ഇന്നാണ് അത് രണ്ടും ഉൾക്കാരനാക്കുന്നത്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതാ ഗൈസ്, ഞാൻ ഈ സാരിയാണ് ഉടുക്കുന്നത്. ട്രെൻഡ് കഴിഞ്ഞതാണ്. എന്നാലും ഞാൻ എപ്പോഴും ഇല്ലേ ഒന്ന് വാങ്ങിച്ചാൽ ട്രെൻഡ് കഴിഞ്ഞിട്ട് ശേഷം കൊടുക്കും. അതാണ് എൻ്റെ ഒരു പ്രത്യേകത. ട്രെൻഡിങ്ങിലെ സമയത്തൊന്നും കൊടുക്കില്ല, ട്രെൻഡ് കഴിഞ്ഞിട്ട് ശേഷമേ കൊടുക്കും. അപ്പോൾ ഇത് പച്ച കളറ്. പിന്നെ ഇതാണ് ഓൺലൈൻ ബ്ലൗസ്. ഇങ്ങനെ ചിറക് പോലത്തതാണ്. എന്നെ ഉടുത്തിട്ട് കാണണം എങ്ങനെയുണ്ടെന്ന്, അഭിപ്രായം പറയണേ എങ്ങനെയുണ്ട് കേട്ടോ. അതുപോലെ ഇതെല്ലാം റെഡി സെറ്റാക്കിയിട്ട് ഞാൻ വെച്ചിന്. ഈ പൊട്ടിടുന്നത് സാരിപ്പിന്ന്. ഇതാണ് ഞാൻ മാല ഇടുന്നത്. ഇത് കാതിൽ വളയെല്ലാം ഞാൻ സെറ്റാക്കിന്, ബ്ലാക്ക്, ഗ്രീൻ, റെഡ് ആയിട്ട്. പിന്നെ എൻ്റെ ലിപ്സ്റ്റിക്കും കൺമഷിയും. എൻ്റെ ടേബിളെല്ലാം മൊത്തം നാനാ വിധാണ്. ഇതിലെ ക്ലിപ്സും മരുന്നും കാർഡും എല്ലാം ഇത് പിന്നെ ഒരു കസ്റ്റമറിൻ്റെതാണ്. കാർഡ് ചെയ്തിട്ടാൻ പാടെ വെച്ചതാണ്, അവർ വാങ്ങിക്കാൻ വന്നിട്ടാണ്. അപ്പോൾ ഞാൻ റെഡി ആവട്ടെ കേട്ടോ ഗൈസ്. ഞാൻ റെഡിയായി. ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. എങ്ങനെയുണ്ട് ഗൈസ്, കൊള്ളാമോ? ഇയറിങ്സ്, മാല, വള, റെഡിയായി. അപ്പോൾ ഞാൻ ഓഫീസ് പോകാൻ റെഡി ആയിട്ട് കേട്ടോ. ഇപ്പോൾ എനിക്ക് ബസ് ഉണ്ട് 9:00. ബാക്കി ഓഫീസിൻ്റെ ആയിരുന്നു ഗൈസ്. അങ്ങനെ ഞാനിപ്പോൾ വ്യാപാര ഭവനിലാണ് വീട്ടിൽ. വ്യാപാര ഭവനിലേക്ക് എത്തിച്ചിട്ടുണ്ട്. എല്ലാവരും വരണത്ര. കുറച്ചാൾ സെറ്റ് സാരിയിലാണ് ഞാൻ കാണിച്ചു തരാം. പനങ്ങാട് വ്യാപാര ഭവനിലാണ് വീട്ടിൽ. കുറച്ചാൾ സെറ്റ് സാരിയിലാണ് കേട്ടോ, ആ ഗ്യാപ്പിൽ കാണുന്നത് ഗൈസ്. ഇതാണ് നമ്മുടെ ഓഡിറ്റോറിയം. ഇവിടെയാണ് ഫംഗ്ഷൻ നടത്തുന്നത്. ഇതാ വുമൻസ് ഡേ. ഹോളെല്ലാം നിറയണത്ര. ഇത് ഷഹനാക്കുട്ടി. എൻ്റെ ഗൈസ് പട്ടാൾസ് എല്ലാം അടിയുണ്ട്. ഹൈ, ഇത്ര വേക്കൻ്റാണ്. ഇതെല്ലാം കുറച്ച് കഴിയുമ്പോൾ ഫുള്ളാവും. ഹൈ, ഇതാ ഓഡിറ്റോറിയം നല്ല ഫുള്ളാകുന്നുണ്ട്. കുറച്ചും കൂടി ആളെല്ലാം ഉണ്ട്. ഗൈസ്, അങ്ങനെ ഇപ്പോൾ ലഞ്ച് ടൈമാണ്. നല്ല ബിരിയാണിയാണ് കഴിക്കുന്നത്. എല്ലാവരും ഫുഡ് കഴിക്കുന്നുണ്ട് കേട്ടോ. ഇത് ഫുഡ് സെക്ഷനാണ് നമ്മളത്. ഫുള്ളി രഷ്.
കണ്ടോ നമുക്ക് ഗ്രേവി ഇല്ലാത്ത കുടിച്ചൊന്നും കഴിയില്ലല്ലോ. എന്താ അവളെ ചിക്കൻ പീസിൽ അങ്ങനെയുണ്ട്. അജി ഇങ്ങോട്ട്, അജി ഭയങ്കര മെല്ലെ മെല്ലെ വയ്ക്കുന്നുണ്ട്. അവിടെ എല്ലായിടത്തും കഴിഞ്ഞ് കഴിച്ചത് ഫുൾ കാലി. എൻ്റെ പോലെ ആവണം. ലാസ്റ്റ് ചെയ്യുന്നു ഫസ്റ്റ് അടിച്ചു. പേരെന്ത്? അല്ല പറ, എന്ത് പേര്? എന്ത് പേര്? കാണിച്ചോ ഗൈസ്. ഫുഡെല്ലാം കഴിച്ചിട്ട് ഇവിടെ എല്ലാവരും വിശ്രമിക്കുന്നുണ്ട്. എന്താ എല്ലാവരും ഉണ്ട്. ഓഡിറ്റോറിയം കുറച്ച് കാലിയായിട്ടുണ്ട്, എന്നാലും കുറച്ചാളെല്ലാം ഉണ്ട്. അജിയെല്ലാം ഇങ്ങനെ വെള്ളം കുപ്പി കൈമ പിടിച്ചിട്ട് സാറി ഫുഡ് നല്ലോണം മാറ്റിയതുകൊണ്ട് ഭയങ്കര ദേഷ്യമാണ്. ബാക്കിയെല്ലാവരും അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇതൊക്കെ ഉണ്ട് ഗൈസ്. അതാ ഒരു സാറ് വരുന്നുണ്ട്, സാറിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. അങ്ങനെ ഗൈസ് ഇന്നത്തെ ദിവസം നല്ല അടിപൊളിയായിരുന്നു. നല്ല ഫുഡായിരുന്നു. ഫുഡിൽ ബിരിയാണിയിൽ ഗ്രേവി കുറച്ച് കുറവായിരുന്നു തോന്നുന്നു ഗൈസ്. അതാണ് മോശം. എനിക്ക് നല്ല ലെഗ് പീസ് ഇട്ടതുകൊണ്ട് ഞാൻ അടിച്ചു മാറി. പിന്നെ പറഞ്ഞാൽ എനിക്ക് സർപ്രൈസ് ഞാൻ പറഞ്ഞില്ലേ, ആ സർപ്രൈസ് പറഞ്ഞാൽ എനിക്ക് 4 മെഡൽ കിട്ടിയത് ഞാൻ കാണിച്ചു തരാം. ഒന്ന് പറഞ്ഞാൽ എന്തിനു പറഞ്ഞാൽ ഒന്ന് ബെസ്റ്റ് എന്തിനു കിട്ടിയേ, ഒന്ന് ബോട്ട് കോൺടെസ്റ്റ്, ഒന്ന് ബെസ്റ്റ് ഡീറ്റെയിൽ, മൂന്നാമത്തേത് കാമ്യാബി, നാലാമത്തേത് ഹോം ഷോപ്പിംഗ്. അപ്പോൾ ഞാൻ മെഡൽ കാണിക്കാണ്ട് ഗൈസ്. എൻ്റെ മെഡൽ ഇത് 4 മെഡൽ കിട്ടി. ഒന്ന് ഡീറ്റെയിൽ ബെസ്റ്റ് ഡീറ്റെയിൽ ചെയ്തത്, ഒന്ന് ഹോം ഷോപ്പിംഗ്, ഒന്ന് ബോട്ട് കോൺടെസ്റ്റ്, ഒന്ന് കാമ്യാബി. അങ്ങനെ 4 മെഡൽ ഇതായിരുന്നു എൻ്റെ സർപ്രൈസ്. ഐ ആം റിയലി ഹാപ്പി. ഇനി പറഞ്ഞാൽ കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഇപ്പോൾ വീടിന് വിടും. എനിക്ക് നേരെ വീട്ടിലേക്ക്, ബാക്കി വീട്ടിൽ കഴിഞ്ഞതിന് ശേഷം ഗൈസ്. എന്നെയും അനിതേൻ്റെ കോമഡിയാണ് നമ്മൾ നടക്കുന്നത്. അനിത ആദ്യമായിട്ട് സെറ്റ് സാരി കൊടുക്കുന്നത്, ആദ്യമായിട്ട് ഞാൻ കണ്ടു സെറ്റ് സാരി. അങ്ങനെ നമ്മൾ നടക്കാൻ വേണ്ടി ട്രൈ ചെയ്തത് അനിത. അവളധികം ജീൻസിലാണെന്നുണ്ടാൽ കാരണം നമ്മളെ കുറച്ച് ഉപകടത്തരുണ്ട്. പക്ഷെ നല്ലൊരു രസമുണ്ടായിരുന്നു. എൻ്റർടൈൻമെൻറ്റ് നോക്കിക്കോളൂ. ഗൈസ് ഭയങ്കര ചൂടെടുത്തിട്ട് ഇവിടെ നിൽക്കാനില്ല. നമ്മളെ പ്രോഗ്രാമെല്ലാം കഴിഞ്ഞു. ഞങ്ങൾ ഇപ്പോൾ പോലെ എനിക്കെന്നെ ബസ്സുണ്ട്, ഞാൻ അതിന് പോകാൻ വേണ്ടി. ബാക്കി എല്ലാവരും ഇവിടെ ഫോട്ടോഷൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗൈസ് എൻ്റെ ലുക്കെല്ലാം എങ്ങനെയുണ്ട് പറയുന്നത്. നല്ല എൻജോയ് ചെയ്തു ഗൈസ്. അപ്പോൾ പ്രോഗ്രാമെല്ലാം കഴിഞ്ഞ് നേരത്തെ വന്നു. ഞാൻ ടയേർഡായിരുന്നു, ഞാൻ കുറച്ച് ഉറങ്ങിപ്പോയി എണീറ്റ് വന്നു. അപ്പോൾ ഇപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകുന്നത് സമയമില്ലേ, വൈകുന്നേരം രാത്രിയില്ലേ, 7:45 കഴിഞ്ഞു തോന്നുന്നു. അപ്പോൾ ഫുഡ് പറഞ്ഞാൽ അവിടെ കുറച്ച് ബാക്കിയുണ്ടായി. അപ്പോൾ എനിക്കൊരു പൊതി കേട്ടിനി, എന്താണെന്ന് നോക്കട്ടെ. അതെ, എന്താ പൊതി? അവിടുന്ന് ബിരിയാണി കഴിച്ചത്, വെജിറ്റേറിയനും ഉണ്ടായിരുന്നു. നോക്കട്ടെ. ഗൈസ് ഇതാണ് പൊതി. ആഹാ, എനിക്ക് വെജിറ്റേറിയനാണ് കിട്ടിയത്. പപ്പടെല്ലാം കാണുന്നുണ്ട്. സലാഡുണ്ട്, അൽവ കച്ചമ്പർ, പപ്പടം പാടിപ്പോയി. പിന്നെ ചോറ് എടുത്ത് കാണിക്കാം. നോക്കട്ടെ എങ്ങനെയുണ്ട്. അച്ചാറും എല്ലാം ഒന്നിച്ചിട്ടാണുള്ളത്. മോശമില്ല.
അപ്പോൾ ഞാൻ ഫുഡ് കഴിക്കട്ടോ. ഓ അറ്റ് ലാസ്റ്റ് ഗൈസ് എനിക്ക് ചോറ് വെച്ചിട്ടായി കാലിയായി തോന്നുന്ന ക്ഷീണം പിടിച്ചു സത്യം. അപ്പോൾ വരുന്നില്ല. അപ്പോൾ ഇന്നത്തെ ഹാപ്പി വുമൻസ് ഡേൻ്റെ പ്രോഗ്രാം മറ്റേ വ്ളോഗ് ഇത്രയിലും. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്, ശുഭരാത്രി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എപ്പോഴും പറയുന്നത് ലൈക്കും ഷെയറും കമൻറ്റ് ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടപ്പുറം ബെല്ലൈക്കനുണ്ട്, അതിൽ ഓൾ എന്ന് ക്ലിക്ക് ചെയ്താൽ ഞാൻ അയക്കുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഇങ്ങനെ പെടപ്പെടാതെ നിങ്ങൾക്ക് വരും. അപ്പോൾ എൻ്റെ വുമൻസ് ഡേ സ്പെഷ്യൽ കുറച്ചെല്ലാം ഉണ്ടായിട്ട് അതെല്ലാം നിങ്ങൾ നോക്കാം, അഭിപ്രായം പറയാം. എൻ്റെ ഡ്രസ്സ് എങ്ങനെ ഉണ്ടായിരുന്നു, പിന്നെ എനിക്ക് 4 മെഡൽ കിട്ടിയതും, പിന്നെ കുറച്ച് വെറൈറ്റീസ് എല്ലാം ഉണ്ട്. ഇഷ്ടപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ചിൽഡ്രൻ ബൈ.